ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സമയം എനിക്ക് തോന്നുന്നൊരു 6:45 7:45 കണ്ടായി. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമണിക്ക് ഫുഡ് കൊടുക്കാം. ഫുഡ് കൊടുക്കാൻ ഓൾറെഡി സമയമായി. അതിന് ഈ ബഹളം ഉണ്ടാക്കണേ. അപ്പോൾ ഇത് കൊക്ക് പൗഡറൊന്നുമല്ല, ഇതിൻ്റെ സിർലാക്കാണ്. ഞാൻ ബോട്ടിലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിനകത്തോട്ട് മാറ്റിയതാണ്. വരുക. ഇതിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്, സിറിഞ്ചിനകത്താണ് കൊടുക്കുന്നത് കേട്ടോ. സോ ഞാനൊരു ഇത്ര ഇടുവാണ്, 10 ml കൊടുക്കുന്നുള്ളൂ. വെയിറ്റ്. ഒന്ന് ഒരു ലിക്വിഡി ടൈപ്പ് ആവുമ്പോൾ നമുക്ക് സിറിഞ്ചിലോട്ട് അങ്ങ് എടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്കറിയാം. വളരെ ബഹളം ഉണ്ടാക്കുകയാണ്. ഏകദേശം ഇത് മതി. ഞാനിപ്പോൾ 2-3 days ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. കഴിഞ്ഞ 2-3 days എനിക്ക് കണ്ടന്റ് എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലും പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി. വീട്ടിലെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി. അത് കാരണമാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാൻ. ഞാൻ 2 ദിവസമായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് 2 വീഡിയോ എടുക്കണം, യൂട്യൂബിൽ ഇടണം, നിങ്ങളെ കാണിച്ചു തരണം എന്തൊക്കെയാണ് ഇവിടെ നടക്കണമെന്നുള്ളത് എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. കറക്റ്റ് 19 ഓക്കെ. വരുന്നു കുട്ടാ. വെയിറ്റ് ചെയ്യടാ. സോ ഇത് കറക്റ്റ് 10 ml എന്നും പറയാൻ പറ്റൂല, ഇത്ര ഉണ്ട്. പക്ഷെ ഇയാൾ ഇത്ര കഴിക്കത്തുള്ളൂ. ഇവളുടെ ലെഫ്റ്റ് സൈഡില് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. വേണ്ട, ആള് വാ തുറക്കും. എന്നിട്ട് തലേന്ന് പൊക്കി വെച്ച് കൊടുക്കുക. ഇപ്പൊ ഫുഡ് തന്നെ കഴിച്ചോളും. രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ പണി കിട്ടിയതാ. ഇയാൾക്ക് ഫുഡ് കൊടുക്കുക, എന്നിട്ട് ചുട്ടുമണിക്ക് ഫുഡ് കൊടുക്കുക. മതി. ഇന്നത്തെ ഫുഡ് റെഡി കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണം ഉച്ചയ്ക്ക് തന്നെ ഇടി ഉണ്ടാക്കും. ഉച്ചയ്ക്ക് ഇടി ഉണ്ടാക്കിയിട്ട് ഫുഡ് ഞാൻ എടുത്ത് കൊടുക്കണം. ഇയാളെ വാങ്ങിച്ചു തന്നെ എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എനിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇതിനെ വാങ്ങിച്ചിവിടെ വളർത്തത്. എനിക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ടൈം പാസ്, എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരാളിനെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരു പട്ടിയെ വാങ്ങിക്കത്തുണ്ടായിരുന്നുള്ളൂ. പട്ടിയെ വാങ്ങിക്കാനായിട്ട് ഇവിടെ സമ്മതിക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ ഞാൻ പട്ടിയെ വാങ്ങിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്യാറ്റിനെ വാങ്ങിക്കത്തുള്ളൂ. ഇതിവിടെ സമ്മതിക്കത്തില്ല. ക്യാറ്റിനെയും പട്ടീനെയും വാങ്ങിക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു കിളിയെ വാങ്ങിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, എല്ലാവരും ശാന്തമാകുക വിചാരിച്ചു. പക്ഷേ ഇവിടെ കൊണ്ടത് കഴിഞ്ഞപ്പോൾ ഇതിനും പ്രശ്നമായിരുന്നു. പക്ഷെ അതും ഞാൻ സംസാരിച്ചു, പിന്നെ അത് ഓക്കെ ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുട്ടുമണിക്ക് ഇപ്പം കുറച്ച് ഗ്രോ ആയിട്ടുണ്ട്. അവളുടെ ഫെദർ കുറച്ചുകൂടെ ഗ്രോ ആയിട്ടുണ്ട്. എന്തുവാ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കണം. വേറെ ഒന്നും അവൾക്ക് താല്പര്യമില്ല. വേറെ ആരുടെ കൈ പോകുന്നത് പോലും ഇഷ്ടമല്ല. ഇപ്പം വന്നിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കാൻ, എൻ്റെ തോളത്ത് കയറിയിരിക്കാനേ ഒക്കെ ഉള്ളൂ പുള്ളിക്കാരിക്ക് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇയാളെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം വെളിയിലോട്ട് പോവാം. വെളിയിൽ പോയി കുറച്ച് നേരം ഇരിക്കാം. ഫുഡൊക്കെ കൊടുത്തല്ലോ. ഇനിയിപ്പം ആളിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പുറത്തിരുത്തി വെയിലൊക്കെ ഒന്ന് കൊള്ളിപ്പിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് നോക്കാം. ഇന്നിപ്പോൾ എനിക്ക് വർക്കൊന്നുമില്ല, അന്നേരം വെറുതെ ഇരിക്കുക. ചുറ്റുമണി കൂടാണ്ട് ഇവിടെ 2 പേരും കൂടെ ഉണ്ട്. ഒരു കോൾഡ് ഫിഷും ഒരു ബീറ്റ ഫിഷുമാണ്.
ഇത് ഞാൻ ഇയാളെ വാങ്ങിക്കുന്നതിന് മുന്നേ എടുത്തതാ. ഇപ്പം ഇങ്ങനെ തറ വെച്ചാൽ മതി, ഇങ്ങനെ നടന്നോളൂ. പിന്നെ ഇവിടെ വീട്ടിലകത്തെല്ലാം ക്ലോസ്ഡാ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തറയിൽ വെച്ച് ഇങ്ങനെ വിടാം. ഇവിടെ നേരത്തെയൊക്കെ പൂച്ചയൊക്കെ കയറുമായിരുന്നു. ഇപ്പം ഇയാളെ വാങ്ങിച്ചുകൊണ്ട് എല്ലാ ജനലും ഡോറും എല്ലാം അടച്ചിട്ടേക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാം, എന്നിട്ട് ഇവളെയും കൊണ്ട് പുറത്ത് പോവാം. പുറത്ത് പോയി കുറച്ചേരം അവിടെ ഇരിക്കാം. ഞാൻ ആക്ച്വലി രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ. ഇവിടെ അല്ല ആക്ച്വലി ഇരിക്കുന്നത്, ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്ന് ഇരുത്തും. പിന്നെ പുറത്ത് കൊണ്ട് എടുത്തി കഴിഞ്ഞാൽ കുറച്ചേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി, വേറെ എങ്ങും പോകണ്ട പുള്ളിക്കാരിക്ക്. അപ്പോൾ ഫേദറൊക്കെ കിളിച്ചു. വന്നതിനെക്കാട്ടിലും എനിക്കൊന്നു 2-3 days ആയി ഫേദറൊക്കെ വന്നു തുടങ്ങി. ഇങ്ങനെ അങ്ങ് കയറി പോകുമ്പോൾ എനിക്ക് പേടിയാ, വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയാണ് കൂടുതലുള്ളത്. വേണ്ടോ, ഈ കയറിപ്പൊക്കലാണ് കൂടുതലുള്ളത്. എൻ്റെ ദൈവമേ, ഒരു കിളിയെ വളർത്തുന്നതിൻ്റെ ഒരു പാട് കണ്ടോ നിങ്ങള്? വഴക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വഴക്കാളി വേറെ എങ്ങും കാണൂല. എടാ, ഈ വീട്ടിൽ ഒരു വഴക്കാളി മതി, അത് ഞാൻ മതി, നീ വേണ്ട കേട്ടോ. വഴക്കാളിയെ കണ്ടോ? എന്തുവാ നിന്റെ പ്രശ്നം? എന്തുവാ? എപ്പോഴാ ചാടുന്നതെന്ന് പറയാൻ പറ്റൂല. ചാട്. ഒരു ഫെദറൊക്കെ വന്നു തുടങ്ങി, എന്നുണ്ടല്ലേ? നല്ല രസമായി, നല്ല ഫെദറൊക്കെ വരാൻ തുടങ്ങി. ഒന്നും ഇഷ്ടമല്ല, നല്ല പിടിച്ചങ്ങിരിക്കുക. രാവിലെ ഫുഡൊക്കെ കൊടുത്തു. ഇത്രയും നേരം എൻ്റെ കൂടെ കളിയായിരുന്നു. എൻ്റെ കൂടെ കളിച്ച് കണ്ട് കയറിയിരിക്കുന്നുണ്ടോ? അടുത്തത് പോവുക. അപ്പോൾ ഇതാണ് എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ടൈം പോകുന്നത് ഇങ്ങനെയാണ്. വേറെ പണിയൊന്നുമില്ല. ഞാൻ വിളിച്ചു നോക്കി കുറച്ച് പേരായി. അപ്പോൾ ഇന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ഉറക്കവും പറ്റരുത്. ഞാൻ പിന്നെ വിചാരിച്ചു തന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കട്ടിലേന്ന് ഇത് വെച്ചേക്കുന്നത്, തലവണ വെച്ചേക്കുന്നിടത്ത് തലവണയുടെ മണ്ടയ്ക്ക് കയറുക, അവിടുന്ന് പിന്നെ നിരങ്ങി അടിച്ച് തറയിൽ വരിക, പിന്നെയും വലിഞ്ഞു കയറും, പിന്നെയും താഴെ വരും. എല്ലാം കേട്ടോണ്ട് അവിടെ ഇരിക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കാണിക്കുന്നുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? തിരിഞ്ഞ് വന്ന് അവനെ അന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ടോണേ. ചുറ്റുമണി, എന്തുവാ? എൻ്റെ ചുറ്റുമണിക്ക് എന്തുവാ? കേട് വരുന്നുണ്ട്, കണ്ടോടാ. വേറെ എങ്ങും പോയി ഇരിക്കാൻ അതിന് ഇഷ്ടമല്ല. എൻ്റെ തോളത്തിരിക്കണം, എൻ്റെ നെഞ്ചത്തിരിക്കണം. എൻ്റെ നെഞ്ചത്തിരുന്ന് ഇങ്ങനെ ഞാൻ എന്തോ ചെയ്യുന്നേ, ഞാൻ എന്തുവാ കാണിക്കുന്നേ, എൻ്റെ തോളത്തിരിക്കും അങ്ങ്. അതാണ്ട് കേട് വരുന്നുണ്ടോ? അടുത്തത് തുടങ്ങി. അവിടെ ഇരിക്കുക. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ?
ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറ. അപ്പം ശരി, പിന്നെ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ 12 മണിയായി. ഫുഡൊക്കെ കൊടുത്തു ആൾക്ക്. ഇങ്ങനെ എൻ്റെ കൂടെ ഇന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. വേറെ പണിയൊന്നുമില്ല ഇന്ന്. ഇപ്പോൾ ഞാനും വിചാരിച്ചത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് വേണ്ട ചെയ്യാൻ. പുറത്ത് പോയി ഞാൻ ചെറിയ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ആൾക്ക് ഉറക്കം വരുന്നുണ്ട്, ആളിങ്ങനെ ഇരിക്കുകയാണ് ആൾ. എൻ്റെ കൂടെ കട്ട്ലയില 24/7 കട്ട്ലയില. ആ ആരാ ആരാ ഇതാരാ ഇത്? ആരാ ഇത്? ആരാ ഇത്? ഇപ്പോൾ സംസാരിക്കാനൊക്കെ ചെറുതായിട്ടൊക്കെ പഠിച്ചു. എന്നോട് സംസാരിക്കും, വേറെ ആരോടും ഇങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. എന്നോട് സംസാരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഞാൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ബഹളമാണ്. അതിൻ്റെ കൂടെ ഈ അയലോക്കത്തുള്ള എല്ലാ കിളികളെയും ഇവിടെ വിളിച്ച് കയറ്റുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ റൂമിൻ്റെ ഡോറെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടാ, ബിക്കോസ് എയർ കയറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റൂമിൽ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടാ. വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടാം. അപ്പോൾ ശരി ഗൈസ്, സീ യു ടുമോറോ, ബൈ.